ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളെ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പ്രൊബേഷൻ പീരീഡ് എന്താണ് UAE എന്താണ് ആ സംഭവം, എങ്ങനെയാണെന്നൊക്കെ ഒരു കൺഫ്യൂഷനോടുകൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് വീഡിയോയിൽ. അപ്പോൾ ആ ടോപ്പിക്കിനെ പറ്റിയിട്ടാണ് പറയുന്നത്. പ്രൊബേഷൻ പീരീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഓവറോളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളുടെ കമ്പനിക്ക് പുറത്താക്കുകയും നമുക്ക് സ്വമേധ തിരിച്ച് ആ കമ്പനി റിസൈൻ ചെയ്ത് ഇറങ്ങാൻ പറ്റുന്ന ഒരു ടൈം പീരീഡിൻ്റെ ഗ്യാപ്പാണ്. ആ ടൈമിൽ നമുക്ക് വേറൊരു ജോബ് കിട്ടുകയാണെങ്കിൽ നമുക്ക് പോവാം, അല്ലെങ്കിൽ ആ കമ്പനി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് പോവാം, അല്ലെങ്കിൽ കമ്പനിയിലുള്ള ആൾക്കാർക്ക് ലൈക്ക് നമ്മൾ മര്യാദയ്ക്ക് ജോലി ചെയ്യുന്നില്ല എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നമ്മളെ പറഞ്ഞയക്കാനും പറ്റുന്ന ഒരു പീരീഡിനെയാണ് പ്രൊബേഷൻ പീരീഡ് എന്ന് പറഞ്ഞത്. ഇതാണ് ഒരു ഔട്ട്ലൈൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. പല പല കമ്പനികൾക്കും പല പല രീതിയിലായിരിക്കും. എനിക്ക് പണ്ടുണ്ടായിരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ UAE എംപ്ലോയിയുടെ ലോ അനുസരിച്ച് 1 month 30 days ആണ് നോട്ടീസ് പീരീഡ് ഉണ്ടായിരിക്കാം. നമുക്ക് 30 days മുന്നേ അവർ നമ്മുടെ അടുത്ത് പറയും നിങ്ങൾക്ക് 6 month പ്രൊബേഷനിൽ 1 month മുന്നേ നമ്മൾ പറയും നിങ്ങളുടെ അടുത്ത് നിങ്ങളെ നമുക്ക് വേണ്ട, കാരണം നമ്മളുടെ തിങ്സ് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് അവരൊരു ജോബ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നായിരിക്കാം, അല്ലെങ്കിൽ കാൽക്കുലേഷനിൽ എന്തെങ്കിലും പ്രശ്നം കൊണ്ട് നമ്മളെ ടെർമിനേറ്റ് ചെയ്യാം. അങ്ങനത്തെ ഒരു സംതിങ് എനി റീസൺ കൊണ്ട് അവർക്ക് നമ്മൾ പുറത്താക്കാനും നമുക്ക് സ്വമേധ ഇറങ്ങി വരാനും പറ്റുന്ന ഒരു ടൈം പീരീഡാണ്. യൂഷ്വലി എല്ലാ കമ്പനികളിലും എനിക്ക് പറയാൻ പറ്റില്ല, മെയിനായിട്ടുള്ള കമ്പനികളിൽ, അതായത് ഞാൻ വർക്ക് ചെയ്തിരുന്ന കമ്പനികളിൽ 6 month പ്രൊബേഷൻ പീരീഡ് ആയിരിക്കും. ഈ 6 monthൽ നമുക്ക് ഒരു 2 month വർക്ക് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പറഞ്ഞിട്ട് നമുക്ക് അവിടെ നിന്ന് റിവീൽ ആവുന്ന ടൈം എന്ന് പറഞ്ഞാൽ ഒരു 40 days. എനിക്കുണ്ടായിരുന്നത് ഒരു 14 ദിവസം മുന്നേ പറയണം, അവർ റിവീലാക്കി തരും. അത് അങ്ങനെയായിരുന്നു കേട്ടോ. അതുപോലെ ഓരോരുത്തർക്കും കോൺട്രാക്റ്റിൽ അല്ലെങ്കിൽ ഓഫർ ലെറ്ററിൽ അത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും ഇത്രയും കാലമാണ് പ്രൊബേഷൻ പീരീഡ്. ഈ പ്രൊബേഷൻ പീരീഡും നോട്ടീസ് പീരീഡും രണ്ടാണ്, രണ്ടും സെയിം അല്ല. നോട്ടീസ് പീരീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കമ്പനിയിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ ഈ 6 month കഴിഞ്ഞിട്ട് നമ്മൾ ആ കമ്പനിയിൽ നിന്ന് നമുക്ക് തോന്നുവാണ് 6 month കഴിഞ്ഞു, നെക്സ്റ്റ് മന്ത് അയ്യോ ഈ കമ്പനി വേണ്ട, ഇവിടെ സാലറി ഡിലേ ആണ്, ഇങ്ങനെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഇറങ്ങണമെങ്കിൽ ഒരു പെർട്ടിക്കുലർ നോട്ടീസ് പീരീഡ് ഉണ്ടായിരിക്കും. ഞാൻ വീണ്ടും പറയാണ്, നമ്മുടെ പ്രൊബേഷൻ പീരീഡും നോട്ടീസ് പീരീഡും തമ്മിൽ രണ്ടും ഡിഫറൻസ് ആണ്. പ്രൊബേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് ഈ നോട്ടീസ് പീരീഡ് വരിക. പ്രൊബേഷന് മുന്നേ അവർ പെർട്ടിക്കുലർ ടെർമിനേറ്റ് ചെയ്യുന്ന ഈ ടൈമിൽ ടെർമിനേറ്റ് ചെയ്യാമെന്നും പറഞ്ഞിട്ട് ഇത് വെച്ചിട്ടുണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, എനിക്ക് വേറെ ഇപ്പോൾ ഒരു 6 month ഒക്കെ കഴിഞ്ഞ് 1 year ഒക്കെ കഴിഞ്ഞിട്ട് എനിക്ക് വേറെ ഒരു കമ്പനിയിൽ ജോലി കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു 1 month നോട്ടീസ് പീരീഡാണ് ഈ കഴിഞ്ഞ 2 കമ്പനികളിലും ഉണ്ടായിരുന്നത്. നമുക്ക് 1 monthനുള്ളിൽ അവരെ അറിയിച്ച് റിവ്യൂലും ക്യാൻസലൊക്കെ ചെയ്തിട്ട് നമുക്ക് ഇറങ്ങാം. നോട്ടീസ് പീരീഡ് അങ്ങനെയാണ് എനിക്കുണ്ടായിരുന്നത്. എൻ്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നത് ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിലാണ്. സോ അബിക്ക് ഉണ്ടായിരുന്നത് ഫസ്റ്റത്തെ 3 മാസമൊക്കെ നോട്ടീസ് പീരീഡ് ഉണ്ടായിരുന്നു. അബിക്ക് വീണ്ടും ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ 3 മാസം സർവൈവ് ചെയ്യണം. അവർ മുന്നേ റിലീസ് ചെയ്ത് തരില്ല. അബി അങ്ങനെയാണ് മാറിയതൊക്കെ. 3 മാസമൊക്കെ അവരുടെ കമ്പനിയിൽ നോട്ടീസ് പീരീഡ് ഉണ്ട്. പ്രൊബേഷൻ മെജോറിറ്റി കമ്പനികളിലും 6 month ആയിരിക്കും. 6 month നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം, എന്നിട്ട് അവർ തീരുമാനിക്കും വേണോ വേണ്ടേന്നൊക്കെ. അത് കഴിഞ്ഞിട്ട് മെയിനായിട്ട് ഇതൊക്കെയാണ് വരുന്നത്. അതൊക്കെ നമ്മൾ കോൺട്രാക്റ്റിൽ ശ്രദ്ധിക്കണം. ഇത് ചോദിച്ചപ്പോൾ ഞാൻ അതിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്തു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് പ്രൊബേഷൻ പീരീഡിൽ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ. ഇതാണ് മെയിനായിട്ട് എനിക്ക് വീണ്ടും പറയാനുള്ളത്. പ്രൊബേഷൻ വേറെയാണ്, നോട്ടീസ് പീരീഡ് വേറെയാണ്. പ്രൊബേഷൻ കാലാവധി നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അവർ നമ്മളെ വാല്യൂ ചെയ്യും. നമ്മൾ കറക്റ്റായിട്ട് ജോബ് ചെയ്യുന്നുണ്ട്, നമ്മുടെ വർക്കിംഗ് ടൈം, നമ്മളുടെ പ്രോഗ്രസ്, എവറിത്തിങ് ദേ വിൽ കൺസിഡർ. അതൊക്കെ നോക്കിയിട്ടായിരിക്കും. ബട്ട് മെയിനായിട്ട് അങ്ങനെ പോകാനൊന്നും പറയില്ല. ചിലപ്പോഴൊക്കെ പറ്റാവുന്ന രീതിയിൽ പോകാനേ പറയുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യണം മാക്സിമം. ഇതെൻ്റെ ഒരു ടിപ്പാണ്. നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കമ്പനിയിൽ മെയിനായിട്ട് ആർക്കാണ് പവറുള്ള ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു പവറുള്ള ആളുടെ അടുത്ത് കുറച്ച് നമ്മൾ പ്രോഗ്രസീവായിട്ട് നമ്മളുടെ കാര്യങ്ങൾ സംസാരിച്ച് നമ്മൾ ഇന്നതുപോലെ ചെയ്യുന്നുണ്ട്, നമ്മൾ അപ്ഡേറ്റ് കൊടുക്കുക, ഡെയിലി ബേസിസിൽ അപ്ഡേറ്റ് കൊടുക്കുക. ഞാൻ ഇന്ന വർക്ക് ചെയ്തിട്ടുണ്ട്, ഇതാണ് കാര്യങ്ങൾ. പിന്നെ എല്ലാത്തിനും മീറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഡൗട്ട് ചോദിക്കുക, നമുക്ക് ക്ലിയർ ആവണോ അല്ലെങ്കിൽ നമുക്ക് ഡൗട്ട് ചോദിക്കാം. പിന്നെ പഞ്ച്വാലിറ്റി കീപ്പ് ചെയ്യാം. അതാണ് എനിക്ക്
ഏറ്റവും തരാനുള്ള ടിപ്പ്, ഇപ്പോൾ നമ്മളൊരു കമ്പനിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പഞ്ച്വലായിട്ട് തന്നെ എത്താൻ ശ്രമിക്കുക. അതൊക്കെ മെയിൻ കാര്യങ്ങളാണ്. ദിസ് ദ തിങ്. ഈ ടോപ്പിക്കിനെ പറ്റി എനിക്ക് ഇത്ര പറയാനുള്ളൂ. ഈ ടോപ്പിക്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഇടാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഞാനിപ്പോൾ ഈ ഒരു ടോപ്പിക്ക് തിരഞ്ഞെടുക്കാൻ മെയിൻ കാരണം ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ചെറുതായിട്ട് റീൽസൊക്കെ ലാസ്റ്റ് ഇയർ തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ജോബ് റിലേറ്റഡ് എന്ന് പറഞ്ഞാൽ ജോബ് സീരീസ് എന്നാണ് ആ ടൈറ്റിലിൻ്റെ പേര്. അപ്പോഴാണ് പറഞ്ഞത് നമുക്കൊരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ പോലെ ചേച്ചി അലീന ഇങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ അങ്ങനെയാണ് ഞാൻ സ്റ്റാർട്ടാവുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ നന്നായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ കണ്ടു നമ്മുടെ കമ്പനി മെയിൽ ഐ ഡി ലിസ്റ്റ് ലിങ്കായിട്ട് ഡ്രൈവ് ഇട്ട് അതിൽ പിൻ ചെയ്താൽ അങ്ങനെ പബ്ലിക്കായിട്ട് എനിക്ക് അങ്ങനെ ഇടാൻ പറ്റില്ല. നമുക്കിപ്പോൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു തരുമ്പോൾ എനിക്ക് നോക്കി അറിയാമല്ലോ അത് ഫേക്ക് അക്കൗണ്ടാണോ അല്ലയോ എന്നൊക്കെ. അപ്പോൾ എനിക്കൊരിത്, കാരണം റാൻഡംലി നമുക്ക് അതങ്ങനെ സെൻഡ് ചെയ്യാൻ പറ്റില്ല. ഇവിടുത്തെ കമ്പനി മെയിലും പേരും ഒക്കെ അതിലുള്ളതാണ്. ആക്ച്വലി ഫോൺ നമ്പർ ആദ്യം ഉണ്ടായിരുന്നു, പിന്നെ അത് റിമൂവ് ആയി പോയതാണ്. അപ്പം അങ്ങനെ ഇടാൻ പറ്റില്ല. അതുകൊണ്ടാണ് നിങ്ങൾ തന്നെ ഇപ്പോൾ ലിങ്ക്ഡിൻ ഉണ്ടായിരിക്കണമല്ലോ ജോബ് അന്വേഷിക്കുന്ന ആൾക്ക്. അലീന ഷാജു എന്നാണ് പേര്, അടിച്ചു കൊടുത്താൽ കിട്ടും. അല്ലെങ്കിൽ 2 ഇൻസ്റ്റാഗ്രാമും ഞാൻ വെച്ചിട്ടുണ്ടായല്ലോ. ജസ്റ്റ് ഒരു മെസ്സേജ് മെയിൽ ഐ ഡി ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടാലും ഞാനത് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ. സി വിയുടെ വീഡിയോ ആയിട്ട് ഞാൻ നെക്സ്റ്റ് വരാം. അപ്പോൾ ഓക്കെ, ബൈ.